അല്ലാഹു തആല ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പല ആളുകളെക്കുറിച്ചും നരകമുണ്ടെന്ന് പ്രഖ്യാപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നരകമുണ്ടെന്ന് പ്രഖ്യാപിച്ചത് എനിക്ക് നിങ്ങൾക്കും കാണാൻ കഴിയും. അതിൽപ്പെട്ടതാണ് കച്ചവടക്കാര്. കച്ചവടക്കാര് തട്ടിപ്പും വഞ്ചനയും വെട്ടിപ്പും നടത്തുന്ന സമയത്ത് അവർക്ക് നരകമുണ്ടെന്ന് ഖുർആൻ പച്ചയായി പ്രഖ്യാപിക്കുന്നു. വൈലുൽ ലിൽ മുത്തഫിഫീൻ الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون. ഖുർആൻ പറയുന്നു വൈലുൽ ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്കാണ് നാശമായ നാശമെല്ലാം. അവരാണ് കൂടുതൽ കൂടുതൽ പരിതപിക്കേണ്ടി വരുന്നത്. എത്ര കഷ്ടമാണ് അവരുടെ അവസ്ഥ. വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ക്താലൂ അലന്നാസി യസ്തൗഫൂൻ, ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അളന്നെടുക്കുമ്പോ അവരുടെ സാധനങ്ങള് പൂർത്തിയായി എടുക്കുകയും അതേ സമയം അവർക്ക് അങ്ങോട്ട് തൂക്കിക്കൊടുക്കുന്നതിൽ അതാ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ, ജനങ്ങൾക്ക് അങ്ങോട്ട് നൽകുന്നതിൽ പലപ്പോഴും ചരക്കുകൾ വിൽക്കുന്നിടത്താണ് ഈ പറഞ്ഞത്. ഏതു ഭാഗത്താണെങ്കിലും അതിനനുസരിച്ചാണ് വരിക. ചരക്കുകൾ വിൽക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കുമ്പം തൂക്കത്തിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് കൂടുതൽ പ്രതിഫലം കൈപ്പറ്റാൻ നോക്കുക. ഈ പരിപാടി വൈദാ കാലൂഹും അവ്വസനൂഹും യുഖ്സിറൂൻ, തൂക്കത്തിലും അളത്തത്തിലും കുറവ് വരുത്തുന്നവരാണവർ. എന്നാൽ ചില സമയത്ത് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറവ് വരുത്തുമ്പോഴായിരിക്കും ലാഭമുണ്ടാകുക. അവിടെ ഈ നിയമം നേരെ തിരിച്ചും വരും. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക എന്ന് പറയുന്നത് സാധനത്തിന്റെ ഗുണനിലവാരം കുറച്ച് ഒറിജിനൽ സാധനമല്ല, ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഒറിജിനലിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുക വളരെ വ്യാപകമായി നടക്കുന്നതാണെങ്കിൽ ഇത് വൈലുൽ ലിൽ മുത്തഫിഫീൻ എന്ന് പറഞ്ഞ ഈ വ്യാപകമായ അർത്ഥത്തിൽ അതും പെടും. മാത്രമല്ല ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞത് കാണാം, വൈലുൽ ലിൽ മുത്തഫിഫീൻ എന്ന് പറഞ്ഞതിൽ കേവലം തൂക്കുന്ന അളക്കുന്ന കച്ചവടക്കാര് മാത്രമല്ല കേട്ടോ പെടുന്നത്, മറിച്ച് വൈലുൽ ലിൽ മുത്തഫിഫീൻ എന്ന് പറഞ്ഞതിൽ നിസ്കാരക്കാരടക്കം പെടുന്നുണ്ടെന്ന് ഹബീബ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 4 റക്അത്ത് നല്ല അദബോടുകൂടെ നിസ്കരിക്കേണ്ടതിനു പകരം തുമൈനീനത്തുകൾ കട്ടു ചെയ്ത് അതേ ഭയഭക്തി നഷ്ടപ്പെടുത്തിയിട്ട് കുത്തിമറിഞ്ഞ് ഇബാദത്തിന്റെ കോലം കാട്ടി അങ്ങ് തീർക്കുന്ന ഇബാദത്തുകള് അത് ഇബാദത്തിന്റെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തലാണ്. ഒരാളെ കുത്തിക്കൊന്നു, അല്ലെങ്കിൽ ഒരാളെ കൊന്ന് കെട്ടിത്തൂക്കി, അതാ പോസ്റ്റ്മോർട്ടം റിസൾട്ടിന് വേണ്ടി ഡോക്ടറുടെ അടുത്ത് വരുമ്പോ കൊന്നവനോ അവന്റെ ബന്ധുക്കളോ അവന് ബന്ധപ്പെട്ടവനോ ഓടി വന്ന് അതാ കൈക്കൂലി കൊടുക്കുകയാണ് ഡോക്ടർക്ക്. തവളക്കണ്ണൻ കാണുമ്പോ ഡോക്ടർ ശരിക്ക തന്റെ പരിശോധനയിൽ ലഭിച്ച ആ വിവരം മറച്ചുവെച്ച് സ്വാഭാവിക മരണമെന്ന് നീട്ടിയെഴുതുന്നുവെങ്കിൽ ഇത് വൈലുൽ ലിൽ മുത്തഫിഫീൻ, ഡോക്ടർക്ക് ബോധ്യപ്പെട്ട തന്റെ മാഭിനി രേഖപ്പെടുത്തിയ തന്റെ അളവുകോല് രേഖപ്പെടുത്തിയ അളവിൽ കൃത്രിമം വരുത്തലാണ് വൈലുൽ ലിൽ മുത്തഫിഫീൻ. ഇങ്ങനെ തുടങ്ങിയിട്ട് തന്റെ ശരീരത്തിന് മതിയായ വസ്ത്രങ്ങൾ അളന്നെടുക്കുന്നതിന് പകരം ആ ശരീരത്തിന്റെ അർദ്ധഭാഗം മാത്രം മറക്കാനുള്ള വസ്ത്രങ്ങൾ മുറിച്ചെടുക്കുന്നവർ ഈ കൂട്ടത്തിൽ പെടുമെന്ന് ഹദീസിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം അത് മാത്രം പറയേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങോട്ട് കടക്കാത്തത്. വൈലുൽ ലിൽ മുത്തഫിഫീൻ. പ്രിയപ്പെട്ട ഉമ്മമാരെ ശ്രദ്ധിക്കണം, ശരീരം മുഴുവൻ മറക്കാൻ ആവശ്യമായ വസ്ത്രങ്ങൾ വാങ്ങാതെ അരവയറ് മറ്റുള്ളവർക്ക് സൗജന്യമായി പ്രദർശനം നടത്തി നടക്കുന്ന സഹോദരിമാര് നാണക്കേടാണ്. ഈ സമാനിന്റെ നാണക്കേടാണ്. നമ്മൾ നോർക്കണം. തലമറക്കാതെ തലമുടി പുറത്ത് കാണിച്ചു നടക്കുന്ന സഹോദരിമാര് പേടിക്കണം. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന പെണ്ണ് നരകത്തിലാണ്, ഇന്ന പെണ്ണ് നരകത്തിലാണ്, ഇന്ന പെണ്ണ് നരകത്തിലാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പറഞ്ഞത് കാണാം. ആ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കണം. കടന്നു വരാനിരിക്കുന്നു. ഇനി അള്ളാഹുവിന്റെ റസൂൽ നരകത്തിലാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരു ടീമുണ്ട്. അതിൽ സംശയം തീരെയില്ല. ആ ആള് നരകത്തിലാണോ എന്ന കാര്യത്തിൽ ഒരൊറ്റ പണ്ഡിതനും അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ പറയുന്നു, ആരാണിതാളെന്നറിയോ? ആത്മഹത്യ ചെയ്തവനാണ്. പഴയ കാലങ്ങളിൽ ഇതറിയാവുന്ന മുസ്ലിം ആത്മഹത്യ ചെയ്തു മരിച്ചു, തീ കൊളുത്തി മരിച്ചു, വണ്ടിക്ക് തലവെച്ചു മരിച്ചു, വിഷം കഴിച്ചു മരിച്ചു. ഇത്തരം റിപ്പോർട്ടുകൾ പത്രത്തിൽ കാണുമ്പോൾ നമ്മളത് വായിക്കാറില്ലായിരുന്നു. കാരണം അത് വായിക്കുകയാണെങ്കിൽ നമുക്ക് വായിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഉറപ്പാണ് അതൊരു മുസ്ലിമാവില്ല എന്ന കാര്യം നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത് പോയി. ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൊലക്കയർ ഒരു പ്രശ്നത്തിന്റെയും പരിഹാരമല്ല. ഇത് മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് വളരെ പിന്നിലാണ്. പെണ്ണുങ്ങളാണ് ഈ കാര്യത്തിൽ വളരെ കൂടുതലായി മുന്നോട്ട് വരുന്നത്. സഹോദരന്മാരും ഇല്ലെന്ന് പറയുന്നില്ല. ഇന്ന് നമ്മൾ എത്രയോ ആത്മഹത്യാ റിപ്പോർട്ടുകൾ മുസ്ലിമീങ്ങളുടെ നാമങ്ങളാണ് കാണാൻ കഴിയുന്നത്. സുബ്ഹാനല്ലാഹ്, ആത്മഹത്യ ചെയ്തു മരിച്ചവൻ അവൻ നരകത്തിൽ തന്നെയാണ്. ഹബീബ് പഠിപ്പിക്കുന്നത് നോക്കിക്കോ. നബിതങ്ങൾ അന്ന് പറഞ്ഞു വെച്ചല്ലോ, അല്ലദീ യത്അനു നഫ്സഹു ഇന്നമാ യത്അനുഹാ ഫിന്നാർ. അല്ലദീ യത്അനു നഫ്സഹു ഇന്നമാ യത്അനുഹാ ഫിന്നാർ. ഒരാൾ സ്വന്തം ശരീരത്തെ കുത്തി കീറി കൊലപ്പെടുത്തിയാൽ, കത്തിയെടുത്ത് സ്വയം ശരീരത്തെ കുത്തി മുറിച്ചു ഒരാള്. അതെ, എത്രയോ സഹോദരിമാരില്ലേ? പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ചിന്തിക്കണം. കയ്യിന്റെ ഞരമ്പറുത്ത് മരിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. എന്താ പ്രശ്നം? ഭർത്താവുമായൊരു ചെറിയ സൗന്ദര്യപ്പടക്കം, അതിനാണ് കയ്യിന്റെ ഞരമ്പ് വെട്ടി മരിച്ചത്. എനിക്കറിയാവുന്ന ഒരു സഹോദരി, ആ സഹോദരനും സഹോദരിയും രാത്രി വഴക്കായി. നേരം വെളുക്കുമ്പോഴേക്ക് രക്തം വാർന്നൊഴുകുകയാണ് റൂമിൽ. കാരണം കയ്യിന്റെ ഞരമ്പ് മുറിച്ചു. ഞാൻ പറയുന്നു ഉമ്മമാരെ, ഈ വേണ്ട വൃത്തികളൊക്കെ മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വന്നത് ഈ അനാവശ്യമായി ഇശാ മഗ്രിബിന്റെ ഇടയിൽ സീരിയലുകൾ നുണഞ്ഞ് സമയം കൊന്നതുകൊണ്ടുണ്ടായ ദുരന്തങ്ങളാണ്. അതിൽ കാണുന്നത് അപ്പടി അങ്ങോട്ട് അനുകരിക്കുകയാണ്. ഭർത്താവ് വിഷമിപ്പിക്കുമ്പോൾ ആ ഭർത്താവിനെ ഒന്ന് പഠിപ്പിക്കാൻ, അമ്മായിമ്മനെ ഒന്ന് പഠിപ്പിക്കാൻ, നാത്തൂനെ ഒന്ന് പഠിപ്പിക്കാൻ നീ കൊലക്കയറ് പ്രശ്നപരിഹാരമായി എടുക്കുകയോ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന എങ്ങനെയാണോ ഇവൻ ആത്മഹത്യ ചെയ്തു മരിച്ചത്, അതേ ശിക്ഷ അവന് നരകത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കും. ശരീരത്തെ കുത്തിമുറിച്ചവൻ നരകത്തിൽ എന്നും ആ കത്തി കൊടുത്തിട്ട് അവനെ കൊണ്ട് കുത്തിമുറിപ്പിക്കും. വണ്ടിക്ക് തലവെച്ചാണോ മരിച്ചത്, എന്നും തലവെച്ചുകൊണ്ടിരിക്കും. തൂങ്ങിയാണോ മരിച്ചത്, എന്നും തൂങ്ങി മരിച്ചുകൊണ്ടിരിക്കും. ഇതാണ് അവസ്ഥ. നമ്മൾ ഇതെന്താ ഇത്ര വലിയൊരു വിഷയമാണോ? നമ്മൾ സാധാരണ പറയാറില്ലേ, തൂങ്ങി ഒരിക്കൽ രക്ഷപ്പെട്ടവൻ രണ്ടാമത് തൂങ്ങൂല എന്ന് പറയാറുണ്ട്. ഇത് സാധാരണ പറയുന്ന ഒരു സംഗതി. ആത്മഹത്യ ശ്രമത്തിൽ ഒരിക്കൽ എങ്ങനെയെങ്കിലും കയറിന്റെ ഉറപ്പുറവ് കൊണ്ടോ, അല്ലെങ്കിൽ ചാടിയത് ആദ്യം തന്നെ കയറിന്റെ നീളം ഉറപ്പാക്കാത്തത് കൊണ്ടോ, കഴിച്ച വിഷത്തിന് വേണ്ടത്ര ശക്തിയില്ലാത്തത് കൊണ്ടോ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കിട്ടിയാൽ പിന്നെ അയാൾ ആ പണിയെടുക്കൂല. കാരണം അത്രയും വലിയ വിഷമാണത്. ഒരിക്കൽ തൂങ്ങിയോ രണ്ടാമത് തൂങ്ങൂലെന്നാണ് ഇത് സാധാരണ പറയാറ്. അപ്പൊ അത് കാലാകാലം തുടർന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അദാബ്? അല്ലദീ യത്അനു നഫ്സഹു ഇന്നമാ യത്അനുഹാ ഫിന്നാർ. ഇതേ രൂപത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വല്ലദീ യഖ്നുഖു നഫ്സഹു ഇന്നമാ യഖ്നുഖുഹാ ഫിന്നാർ. തന്റെ ശരീരത്തെ കഴുത്തു ഞെക്കിക്കൊന്നവൻ, കണ്ട, തൂങ്ങി മരിച്ചവൻ, കഴുത്തിൽ കുടുക്കിട്ട് മരിച്ചവൻ, ഇന്നമാ യഖ്നുഖുഹാ ഫിന്നാർ, നരകത്തിൽ അവൻ എന്നും തൂങ്ങിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ട പെങ്ങളെ, ഫാനിന്റെ ഉക്കില് കയറ് കെട്ടി തൂങ്ങിയതാണ് നീയല്ലേ? എന്നാൽ നരകത്തിലും അതുപോലെ ഒരു ഉക്ക് അല്ലാഹു തരും. അതിന് കയറ് കെട്ടി എന്നും തൂങ്ങുക തന്നെ, രക്ഷയില്ല. എന്താണ്? എന്നാ മരിക്കുന്നുമില്ല, മരിക്കാതെ എന്നും അതാ മരണം നാലു ഭാഗത്തു നിന്നും അവൻ ശരിക്കിങ്ങനെ അഭിമുഖീകരിക്കുകയാണ്.
എല്ലാ ഭാഗങ്ങളിൽ നിന്നും മരണം അവനെ കാണുന്നു, കണ്ടുമുട്ടുന്നു, അഭിമുഖീകരിക്കുന്നു, മരണത്തെ മുഖാമുഖം കാണുന്നു. വയഅ്തീഹിൽ മൗതു മിൻ കുല്ലി മകാൻ. ഖുർആൻ പറഞ്ഞല്ലോ, നരകത്തിലെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പം എല്ലാ ഭാഗങ്ങളിൽ നിന്നും മരണത്തെ അവൻ മുഖാമുഖം കാണും. വമാ ഹുവ ബിമയ്യിത്ത്, സംഗതി മരിക്കൂല, മരിക്കാതെ മരിക്കുക, കൊല്ലാതെ കൊല്ലുക എന്ന് പറയുന്നത് പോലെ അവൻ അദാബിലാവുകയാണ്. അതേ, ഉക്കിൽ തൂങ്ങിയവൾ എന്നും തൂങ്ങുകയാണ്. കയറുകെട്ടി, മരക്കൊമ്പിൽ കയറുകെട്ടി ചാടിയവൻ എന്നും അവൻ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നമ യതറദ്ദാ ഫീഹി ഖാലിദൻ മുഖല്ലദൻ ഫിഹാ അബദാ. എത്ര തഅ്കീദുകൾ കൊടുത്ത, എത്ര ശക്തിവചനങ്ങൾ കൊടുത്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ആ കാര്യം പറഞ്ഞത്. ആലോചിച്ചു നോക്ക് നിങ്ങൾ. മൻ തറദ്ദാ മിൻ ജബൽ, ഒരാള് ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറിയിട്ട് മുകളിൽ നിന്ന്, കുന്നിന് മുകളിൽ നിന്ന് 4 നില കെട്ടിടം, 4 നിലയുള്ള കെട്ടിടത്തിലേക്ക് കയറിയിട്ട്, അല്ലെങ്കിൽ 2 നില കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിട്ട് മുറ്റത്തേക്ക് ചാടി ജീവനൊടുക്കുകയാണ്. എന്തിനാണ് അമ്മായിയുമ്മ ചാടിയത്? മരുമകളെ പഠിപ്പിക്കാൻ. എന്തിനാണ് മരുമകൾ ചാടിയത്? അമ്മായിയുമ്മയെ പഠിപ്പിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് അവസാനിപ്പിക്കണം. ഇന്ന് നമ്മൾ പത്രവാർത്തകളിലൂടെ കാണുന്നത് പലപ്പോഴും കുടുംബ ആത്മഹത്യകളുടെ പ്രധാന പ്രശ്നം കുടുംബകലഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് സഹിക്കാൻ കഴിയാതെ കൊലക്കയറെടുക്കുന്ന ഈ വിഡ്ഢിത്തം നമ്മൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്വർഗം ഒരിക്കലും ലഭിക്കുകയില്ല, നരകത്തിൽ കാലാകാലം കഴിഞ്ഞുകൂടേണ്ടി വരും. മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു, മുകളിൽ നിന്ന്, ഒരു വലിയ മലയിൽ നിന്നൊരാൾ താഴോട്ട് ചാടിയിട്ട് അയാളുടെ സ്വന്തം ശരീരത്തെ അയാൾ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ അയാൾ എന്നും അതുപോലെ ഒരു ആത്മഹത്യാ പോയിന്റ് അവൻ അവിടെ നൽകുകയാണ്. നോക്ക് നിങ്ങൾ, എത്ര ആളുകൾ കണ്ടില്ലേ നിങ്ങൾ? ആത്മഹത്യാ പോയിന്റിലേക്ക് പോകുക, അത് വലിയൊരു ആരാധനയായിട്ട് അവിടെ പോയി തന്നെ ചാടി മരിക്കാൻ. ഇങ്ങനെ മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു, നരകത്തിൽ അവൻ എന്നെന്നും ആ ആത്മഹത്യാ പോയിന്റിലേക്ക് ഇങ്ങനെ ചാടി മരിക്കുകയാണ്, ആ വലിയ കയത്തിലേക്ക്. എന്നിട്ടോ ആ അഘാതഗർത്തത്തിലേക്ക് ചാടി മരിക്കുന്നത്, ഒരിക്കൽ ചാടിയാ രക്ഷപ്പെടുകയോ ഇല്ല, പിന്നെയും കൊണ്ടുവരും. എന്നിട്ടവന് ഏറ്റവും കൂടുതൽ വേദന അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, കാലാകാലം. ഖാലിദൻ എന്ന് പറഞ്ഞാലും മുഖല്ലദ് ഒക്കെ ഒന്ന് തന്നെയാ, പക്ഷെ അതിനെ ശക്തി കൂട്ടാൻ വേണ്ടി ഒരു കാലത്തും മോചനമില്ല മോളെ, ഒരു കാലത്തും മോചനമില്ല മോനെ എന്നുറപ്പിച്ചു പറയുകയാണ്. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ, പിന്നെയും പറയുന്നു അബദാ, കാലാകാലം. അതാ ഞാൻ പറഞ്ഞത്, എല്ലാ ശക്തി പ്രയോഗങ്ങളും നടത്തിയിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞത്, ആരെങ്കിലും വിഷം നക്കി കുടിച്ചാൽ, ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മഹത്യകളുടെ മുഴുവൻ രൂപങ്ങളും ഹദീസിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. ഒമൻ തഹസ്സാ സുമ്മ, വിഷം നക്കി കുടിച്ചവൻ, അതേ ഖതല നഫ്സഹു, അങ്ങനെ ആത്മഹത്യ ചെയ്തവൻ, ഫസുമ്മു ഫീ യദിഹി, അവന്റെ കയ്യിൽ എപ്പോഴും വിഷത്തിന്റെ കുപ്പിയുണ്ട്, ആ മരുന്നിന്റെ കുപ്പി എന്നുമുണ്ട്. എന്നിട്ട് യതഹസ്സാ, അതവനങ്ങനെ നക്കിക്കൊണ്ടിരിക്കും. കണ്ടോ, ഹദീസ് പ്രയോഗിച്ചത് തന്നെ നക്കുക. വിഷം നക്കിയവൻ എന്നും വിഷം നക്കി മരിച്ചുകൊണ്ടിരിക്കും. യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, അവിടെയും പറഞ്ഞു കാലാകാലം. ഇനിയും നബി പറയുന്നു, വമൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ, ഒരാള് ഇരുമ്പ് കൊണ്ട് തന്റെ ശരീരത്തെ കുത്തി, അതാ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഞരമ്പ് മുറിച്ച് മരിച്ചു, അല്ലെങ്കിൽ കുത്തി മരിച്ചു, സ്വയം കുത്തിക്കീറി, ഇങ്ങനെയൊക്കെ ചെയ്താൽ, അങ്ങനെ ഇരുമ്പ് കൊണ്ട്, കത്തി കൊണ്ടോ വാളുകൊണ്ടോ മറ്റുപകരണങ്ങളെ കൊണ്ടോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഫഹദീദതുഹു ഫീ യദിഹി യജഉ ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നമ ഖാലിദൻ ഫീഹാ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, കാലാകാലം അവന്റെ കയ്യിലാ കത്തിയുണ്ടാകും. എന്നിട്ട് വയറ്റിനിങ്ങനെ കുത്തിയിട്ട് മരിച്ചു ജീവിച്ച് ഇങ്ങനെ തുടർന്നു പോകുന്ന ഒരു കാലഘട്ടം, വല്ലാത്ത ഒരദാബ്.
ഈ ഹദീസുകൾ മൂന്നും റിപ്പോർട്ട് ചെയ്തത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് എന്തു പ്രതിസന്ധി വന്നാലും, നമ്മുടെ പ്രതിസന്ധികൾക്കൊക്കെ ഒരു കാലമില്ലേ, ഏറിപ്പോയാൽ 60-70 കൊല്ലം ജീവിക്കും. ഇനി ഒരു 40 കൊല്ലം 20 കൊല്ലം സഹിക്കണം. അതിന് എനിക്കാവൂല എന്ന് കരുതി കൊലക്കയർ ഒരിക്കലും ശരണമാക്കരുത്. നമ്മൾ വല്ലാതെ വലഞ്ഞു പോകും. നരകത്തിൽ നിന്ന് നമുക്കൊരിക്കലും മോചനം കിട്ടില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരിൽ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. കാരണം ഒരു യഥാർത്ഥ സ്വഹാബിയിൽ നിന്ന് അങ്ങനെ സംഭവിക്കൂല. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തും മിന സഹാബ, സഹാബത്തിൽ നിന്നൊരു വിഭാഗം മുർത്തദായി എന്ന് പറഞ്ഞാൽ അവരാദ്യം തന്നെ നാമമാത്ര സഹാബികളായി നിലകൊള്ളുകയാണ്. അവരൊക്കെ മുനാഫിക്കുകളുടെ ലിസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് പ്രകടമാകുന്നത് അപ്പോഴാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ റസൂലുള്ളാഹിയുടെ നെഞ്ചിൽ നിന്ന്, ആ വിളക്കുമാടത്തിൽ നിന്ന് ഈമാനിന്റെ വെളിച്ചം സ്വീകരിച്ച ഒരു മനുഷ്യൻ അവൻ പിന്നീട് പിഴച്ചു പോകില്ല. ഉറപ്പാ. സംഭവിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആദ്യം തന്നെ അത്രയൊക്കെ ഉറപ്പിച്ചിട്ട് അയാൾ നിന്നിട്ടുള്ളൂ, ശരിക്കും ഉറപ്പിച്ചു കൂടിയിട്ടില്ല. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഒരിക്കൽ ബുഖാരി ദർസ് നടത്തുമ്പോൾ വളരെ ശക്തമായി പറഞ്ഞിരുന്നു, ഖദിർതദ്ദ ജമാഅത്തും മിന സഹാബ എന്ന ആ ഇബാറത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അവരാദ്യമായ സഹാബത്ത് അല്ല. നമുക്കന്ന് തോന്നിയിരുന്നു അങ്ങനെയൊക്കെ അങ്ങോട്ട് പറയാമോ എന്ന് തോന്നിയിരുന്നു. പക്ഷെ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരിടത്ത് രേഖപ്പെടുത്തുന്നു, പറ്റൂല, ഒരിക്കലും അത് പറ്റില്ല. കാരണം റസൂലുള്ളാഹിയുടെ നെഞ്ചിൽ നിന്ന് ഈമാൻ സ്വീകരിച്ച ഒരാൾ പിഴക്കാൻ പാടില്ല. അപ്പൊ അയാൾ ആദ്യം തന്നെ മുനാഫിക്കായിട്ടേ ഉള്ളൂ. അപ്പൊ ഏതാവട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽ ഒരാൾ സഹ്ലു ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അന്ന റജുലൻ മിൻ അഅ്ളമിൽ മുസ്ലിമീന ഗനാഅൻ ലിൽ മുസ്ലിമീന ഫീ ഗസ്വത്തിൻ ഗസാഹാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ ഒരു യുദ്ധത്തിൽ നല്ല ധീരതയാ പ്രകടിപ്പിച്ചത്. സർവ്വ മുസ്ലിമീങ്ങളും അയാളെ കണ്ട് അസൂയപ്പെടുകയാണ്. എന്തൊരു മുന്നേറ്റം! ഇയാള് ജിഹാദില്, യുദ്ധത്തില് ഇയാൾ ഇത്രമാത്രം മുന്നേറുന്നു, ഇത്രമാത്രം ശത്രുക്കളെയാണ് ഇയാൾ അരിഞ്ഞു വീഴ്ത്തിയത്, ഇയാൾക്ക് വലിയ നേട്ടമുണ്ട്, ഇയാൾക്ക് വലിയ കഴിവുണ്ട്. ജനങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു. പ്രതിരോധത്തിന് മുമ്പിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആളുകളൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങി, ഇയാൾ ഒരു ആൺകുട്ടി തന്നെയാ, ഇയാളൊരു നല്ല മനുഷ്യനാണ് കേട്ടോ, ഇതുപോലെയൊന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല എന്ന് സദസ്സിൽ നിന്ന് അഭിപ്രായങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. നോക്ക് നിങ്ങൾ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂല് സഹാബത്തൊക്കെ ഒരാളെ പറ്റി ഇങ്ങനെ അഭിപ്രായം പറയുന്നത് കാണുമ്പോൾ റസൂൽ എന്ന് നോക്കി. അപ്പൊ ശരിയാണ്, യുദ്ധക്കളത്തിൽ അയാൾ സജീവ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫനദറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി നോക്കുമ്പോൾ അത് കണ്ടു. പക്ഷേ ഫഖാൽ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ ഇന്നയാള് മുനാഫിക്കാണ്, ഇന്നയാള് മുനാഫിക്കാണ്, ഇന്നയാള് മുനാഫിക്കാണെന്ന് മുനാഫിക്കിന്റെ ലിസ്റ്റ് കൊടുത്തവരായിരുന്നു. കണ്ടോ നിങ്ങൾ, മുത്തുനബി അയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയാൻ, മൻ അഹബ്ബ അയ്യൻദുറ ഇലർ റജുലി മിൻ അഹ്ലിൻ നാരി ഫൽയൻദുർ ഇലാ ഹദാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആരെങ്കിലും നരകാവകാശികളിൽപ്പെട്ട ഒരു മനുഷ്യനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഇമ്മനുഷ്യനെ നോക്കിക്കോ. സഹ്ല് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അത്. കാരണം ഈ മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളോട് സ്വകാര്യമായി അയാൾ നരകത്തിലാണെന്ന് പറഞ്ഞപ്പോ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അയാൾ പ്രവർത്തനത്തിനെത്ര മുന്നിലാണ്, എന്തൊരു ത്യാഗമാണ് അയാൾ ചെയ്യുന്നത്. ആ മനുഷ്യൻ നരകത്തിലേക്കോ അതൊരിക്കലും ഉണ്ടാവില്ല. പക്ഷേ മുത്തുനബി പറഞ്ഞ സ്ഥിതിക്ക് അത് പുലരാതിരിക്കില്ല. ഞാൻ അന്ന് മുതൽ അയാളെ പിന്തുടർന്നു. ഫത്തബ, ഞാനല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരാൾ. ഫത്തബഅഹു റജുലുൻ മിനൽ ഖൗം, സഹാബത്തിൽപ്പെട്ട ഒരാൾ മുത്തുനബി പറഞ്ഞതുകൊണ്ട് അത് നടക്കുമെന്നുറപ്പിച്ചിട്ട് അയാളെ പിന്തുടർന്നു. ഇയാളെ ഒന്ന് നോക്കണം. കാരണം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അവസാനം ഈമാൻ കിട്ടാതെ മരിക്കോ എന്ന് പറയാൻ പറ്റില്ല. അതിങ്ങനെ നോക്കി നിരീക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ അതാ ശത്രുപക്ഷത്തോട് ശക്തമായ നിലപാടുമായി മുന്നോട്ട് തന്നെ നീങ്ങുകയാണ് ഇയാൾ. നല്ല ധീരതയാണ് പ്രകടിപ്പിക്കുന്നത്. അതിനിടയിൽ അദ്ദേഹത്തിന് മുറിവേറ്റു, അദ്ദേഹത്തിന് വാളുകൊണ്ട് വെട്ടുവീണു. നല്ല സാരമായ ഒരു പരിക്ക് തന്നെ അയാൾക്ക് പറ്റി. ഫസ്തഅ്ജലൽ മൗത്ത്,
ആ മുറിവിന്റെ വേദനയിൽ അയാൾ ഇങ്ങനെ കിടന്ന് പെടയുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് മരിക്കണമെന്ന് തോന്നി. ഫസ്തഅജലൽ മൗത്ത്. അപ്പോൾ ഇയാൾ പറയാൻ, ഞാൻ അതിന്റെ തൊട്ടടുത്തേക്ക് ചെന്നു നിന്നു. ഈ സഹാബി പറയുന്നു, ഇയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സഹാബി, കാരണം നബി പറഞ്ഞത് ഇതുവരെ ആയിട്ടില്ല, ഇനി ഷഹീദായി മരിക്കാൻ പോകുന്ന ഇയാള് എങ്ങനെയാണ് അഹ്ലുന്നാറാവ് നമുക്ക് ബോധ്യപ്പെടുന്നില്ല. അപ്പോഴാണ് ഞാൻ ശരിക്കിങ്ങനെ നോക്കിയപ്പോൾ അതാ അദ്ദേഹം അവസാനമായി സക്കറാത്തിന്റെ ഹാലിലാണുള്ളത്. കുറഞ്ഞ സമയവും കൂടെ ക്ഷമിച്ചാൽ ഇയാൾക്ക് സ്വർഗമുറപ്പാണ്. ആ സമയത്ത് ഫജഅല ദുബാബത സൈഫി, ഈ വേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ട്, ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ നീണ്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് സ്വന്തം വാളിന്റെ തലപ്പെടുത്തിട്ട് ബൈനസദിയൈഹി, 2 നെഞ്ചിന്റെ ഇടയിൽ അങ്ങ് വെച്ചുകൊടുത്തു. അതിലേക്കങ്ങ് അമർന്നപ്പോൾ അത് 2 തോളം കൈയിലൂടെ പുറത്തേക്കിങ്ങ് വരികയാണ്. സുബ്ഹാനല്ലാഹ്. വളരെ ഗൗരവത്തിൽ അയാൾ സ്വയം ആത്മഹത്യ ചെയ്ത് മരിച്ചു. ഈ രംഗം കണ്ടപ്പം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ഓടി വരുന്നു നിരീക്ഷകനായ ഈ സഹാബി. ഓടി വന്നിട്ട് പറയുന്നു, അഷ്ഹദു അന്നക റസൂലുള്ളാഹി ഹഖാ. നബിയേ, നിങ്ങൾ സത്യസന്ധമായിട്ടും നേരത്തെ തന്നെ വിശ്വാസമുള്ളതാണ്, ഞാൻ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കട്ടെ, നിങ്ങൾ റസൂലുള്ളാഹിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താ? ആ സംഗതി നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ. ഗൈബ് അറിയാതെ ഇതറിയോ? അള്ളാഹുവിന്റെ റസൂലിന് ഗൈബ് അറിയില്ല എന്ന് പറയുന്നവർ അവരെത്ര വലിയ വിവരദോഷികളാ. നമ്മളെപ്പോലെയാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നവർ എത്ര വലിയ വിവരദോഷികളാണ്. നോക്കൂ, നിങ്ങൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സംഭവിക്കുകയാണ് അവസാന നിമിഷത്തിൽ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നബിയെ, നിങ്ങൾ സത്യമായിട്ടും അള്ളാഹുവിന്റെ റസൂലാണെന്ന് എനിക്ക് ഇന്നങ്ങോട്ട് ബോധ്യപ്പെട്ടു. അപ്പോൾ വിധങ്ങൾ ചോദിച്ചു, അമാദാക്ക്, അതിപ്പന്തേ അങ്ങനെ? ഇതുവരെ നിനക്കത് ബോധ്യപ്പെട്ടിട്ടില്ലേ? എന്തോ പുതിയതായിട്ട് വല്ലതും സംഭവിച്ചോ? അവിടുന്ന് പറഞ്ഞു, കുൽ തലി ഫുലാൻ, ഇന്നാലിന്ന ആളെക്കുറിച്ച് നബിയെ നിങ്ങൾ പറഞ്ഞില്ലേ, മൻ അഹബ്ബ അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൻ നാരി ഫലൻദുറ ഇലൈഹി. നരകാവകാശിയെ കാണണമെങ്കിൽ ഇവിടെ തന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചൂണ്ടിത്തന്നില്ലേ? ആ മനുഷ്യൻ നബിയെ, അയാൾ ഞങ്ങളിൽ ഏറ്റവും വലിയ മഹാനായിരുന്നു. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തില് വല്ലാത്ത ധീരത പ്രകടിപ്പിച്ചയാളാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി അങ്ങനെ തന്നെ അയാൾ മരിക്കുള്ളൂ. ആ ഒരു അവസ്ഥയില്, ഈ ഒരു നല്ല അവസ്ഥയില് ഇയാൾക്ക് മരിക്കാൻ കഴിയൂലെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി. ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നപ്പോൾ അദ്ദേഹത്തിന് പരിക്കേറ്റപ്പോൾ അയാൾ സ്വയം ആത്മഹത്യ ചെയ്തു മരിച്ചത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു നബിയെ. ആ സമയത്തിന്റെ വിധങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് ഇന്നൽ അബ്ദ ലയഅമലു അമല അഹ്ലിന്നാർ. സദസ്സിലിരിക്കുന്നവര്, ഈ പറയുന്ന ഞാൻ, എല്ലാവരും പേടിക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല. ഇന്നൽ അബ്ദ ലയഅമലു അമല അഹ്ലിന്നാർ. മനുഷ്യൻ നരകത്തിലേക്കുള്ള പണി തന്നെ എടുക്കും. വഇന്നഹു മിൻ അഹ്ലിൽ ജന്ന. ആള് സ്വർഗാവകാശിയാണ്. അങ്ങനെ അവസാനം വെച്ചിട്ടാണ് നന്നായിട്ട് നല്ല ആൾക്കാട് മരിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ വഇന്നൽ അബ്ദ ലയഅമലു അമല അഹ്ലിൽ ജന്ന വഇന്നഹു മിൻ അഹ്ലിൻ നാർ. നരകവാസിയാണ്. പക്ഷേ സംഗതി അങ്ങനെയാണെങ്കിലും, നരകവാസം ഉറപ്പിക്കേണ്ട ആളാണെങ്കിലും സ്വർഗത്തിന്റെ പണി തന്നെ എടുക്കും. നമ്മളൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാൽ ഇതൊന്നും ഉറപ്പിക്കാൻ വയ്യ. ഹാത്തിമത്ത് നന്നായെങ്കിലേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നബി പറഞ്ഞു, വഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. അന്ത്യം എങ്ങനെ സംഭവിക്കുന്നു, നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും അന്ത്യം എങ്ങനെ ഇരിക്കുന്നു, അവിടെയാണ് നിങ്ങളുടെ വിജയം ഉറപ്പിക്കേണ്ടത് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജീവിതകാലം മുഴുവനും നല്ലതുമായി ബന്ധപ്പെട്ട് മരിക്കുന്നത് വരെ അത് തുടർന്ന്, മരിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ളവരുടെ മുമ്പിൽ വെച്ച്, നാം കിടക്കുന്ന റൂമിൽ വെച്ച് ചുമരുപോലും കുരുങ്ങുമാറുച്ചത്തില് അത്യുച്ചത്തില് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാൻ
അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. പിശാചിനെ വിരട്ടിവിട്ട് ആ നല്ല ഒരു അന്തരീക്ഷത്തിൽ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് സംഘടനാ പ്രവർത്തനം നടത്തി, ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തി, ഒരുപാട് പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചു, ഒരുപാട് പ്രഭാഷണങ്ങൾ കോടിയെത്തി, ഒരുപാട് സദഖ ചെയ്തു, നിസ്കരിച്ചു, നോമ്പ് നോറ്റു, ഖുർആൻ പാരായണം ചെയ്തു. അവസാനത്തെ ഒരു കലിമത്ത് കൊണ്ട് ഇതെല്ലാം കൂടെ വെള്ളത്തിലാകുന്ന അവസ്ഥയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഒരു പ്രവൃത്തി കൊണ്ട് വെള്ളത്തിലാകുന്ന അവസ്ഥയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഒരൊറ്റ ചിന്ത മതി എല്ലാം വെള്ളത്തിലാക്കാൻ, നിഷ്ഫലമാക്കാൻ. പടച്ചോനെ, ഈ ഒരു ദുരവസ്ഥ ഞങ്ങൾക്ക് തരരുത് റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, ഞാൻ ആത്മഹത്യ മഹാപാപമാണ്, ഒരിക്കലും തന്നെ നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പ്രത്യേകം ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദര, ഇങ്ങനെ എത്രയെത്ര തെറ്റുകുറ്റങ്ങൾ പിന്നെയും ധാരാളം പറയാനുണ്ട്. മനുഷ്യർക്കായി അല്ലാഹു നരകമുണ്ടെന്ന് പ്രഖ്യാപിച്ച കുറെ ഭാഗങ്ങൾ കാണാം. അതിലൊരൊറ്റ ഭാഗവും കൂടെ ഞാൻ കേൾപ്പിക്കട്ടെ, വിശദീകരിക്കാൻ സമയമില്ല. നാവുകൊണ്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നവരില്ലേ, നാവുകൊണ്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നവർ, അവർക്ക് നരകമാണെന്ന് അല്ലാഹു ഉറപ്പിച്ചു പറഞ്ഞതാണ്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദാ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമതി വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മുഖദത്തുൽ ലത്തി തത്വലിഉ അലൽ അഫ്ഇദാ ഇന്നഹാ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദാ. സൂറത്ത് ഇപ്പൊ വിശദീകരിക്കുന്നില്ല, കാരണം വിശദീകരിക്കാൻ ഒരു ദിവസം വേണം, നമ്മുടെ സമയം കഴിഞ്ഞു തുടങ്ങി. ഇനിയും ഒരുപാട് സംഗതികൾ നമുക്ക് പറയാനുണ്ടായിരുന്നു, പക്ഷെ എത്തുന്നിടത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് നിർത്താം. ബാക്കി കാര്യങ്ങൾ ബാക്കി ദിവസങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ വെച്ചൊക്കെ പറയും. നിങ്ങളെല്ലാവരും അത് എല്ലാം കേൾക്കാനും പഠിക്കാനും തയ്യാറാവണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് തിന്മകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് തിന്മകളെ കുറിച്ച് പരാമർശിക്കും. പക്ഷെ ഒരു സൂറത്ത് മുഴുവൻ അള്ളാഹു ഒരു തിന്മയെ പരാമർശിക്കാൻ വേണ്ടി മാറ്റിവെച്ചത് നമ്മൾ ഒരൊറ്റ അധ്യായത്തിലാണ് കാണുന്നത്. അത് സൂറത്തുൽ ഹുമസയിലാണ്. മറ്റുള്ള അധ്യായങ്ങളിലൊക്കെ ഇങ്ങനെ കടന്നു വ്യഭിചാരം വരും, മോഷണം വരും, മദ്യപാനം വരും, എല്ലാം പറയും. പക്ഷെ ഒരു സൂറത്ത് മുഴുവനായിട്ട് ആ സൂറത്തിലെ ചർച്ചാ വിഷയം നാവ് നേരെ വെക്കാത്തവനുള്ള ശക്തമായ താക്കീതുകളാണ്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. അത് വിഷയം മാറുന്നില്ല, ഒന്നെന്നേ ഉള്ളൂ. ആ ഒരൊറ്റ വിഷയം അതിൽ ഒതുങ്ങി നിന്നിട്ട് സംസാരിക്കുക. അതിന്റെ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് അത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വലിയ ഗൗരവമുള്ള സംഗതിയാണത്, നമ്മൾ ചിന്തിക്കാതെ പോയതാ. മറ്റു തെറ്റുകുറ്റങ്ങളെക്കാളിലൊക്കെ വലിയ തെറ്റുകുറ്റാണ്. അതുകൊണ്ട് ഒരു സയ്യിദിനെയും ഒരാലിമിനെയും ഒരു സാധാരണക്കാരനെയും ഒരു രാഷ്ട്രീയക്കാരൻ ആരെയും ആവശ്യമില്ലാതെ നമ്മുടെ നാവ് കൊണ്ട് നാം ആരെയും വേദനിപ്പിക്കരുത്, ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഉണർത്തുകയാണ്. ഇന്ന് ഇത്തരം പ്രഭാഷണ വേദികൾക്ക് ജനമനസ്സിൽ സ്വാധീനം കുറഞ്ഞോ കൂടിയോ എന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഏതാനും ഒരു വിഭാഗം ആളുകൾക്ക് ഇത്തരം സദസ്സുകളോട് ചെറിയൊരു പുച്ഛം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അത് അത്തരം സദസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരും അതിലൊരു പരിധിവരെ കാരണക്കാരാണ്. കാരണം ജനങ്ങൾ നന്നാവണമെന്നാഗ്രഹിച്ച് നല്ലത് കേൾക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾ വന്നിരിക്കുമ്പോൾ തോന്നിയാസം വിളിച്ചുകൂവുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അവരാധരിക്കുന്ന അധരങ്ങളിൽ നിന്ന് ഒരിക്കലും വൃത്തികേടുകൾ കേൾക്കാൻ പാടില്ല. അത് കേൾക്കുന്നതോടുകൂടെ തിന്മയോടുള്ള പുച്ഛം മുസ്ലിം സമൂഹത്തിന് കുറഞ്ഞു പോകും, അല്ലെങ്കിൽ ആ ആളോടുള്ള നിലവാരം കുറഞ്ഞു പോകും. എങ്ങനെ വന്നാലും ശരി മുസ്ലിം ഉമ്മത്ത് ഈ പ്രബോധന പ്രവർത്തനങ്ങളെ കൊണ്ട് നന്നാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഇത്തരം വേദികളെ കൊണ്ട് നന്നായി കിട്ടണോ, പ്രബോധകർ മൊത്തം മിതഭാഷികളായി മാറിയെങ്കിലേ നന്നാക്കാൻ കഴിയൂ എന്നതൊരു സത്യമാണ്. മാന്യമായ സംസാരം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് കൂട്ടത്തിൽ ഞാനത് ഉണർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, ശക്തമായ ഭാഷയിലാണ് യഥാർത്ഥത്തിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞത്. ഇനി നബിതങ്ങൾ പറയുന്ന
4 പെണ്ണുങ്ങൾ സ്വർഗത്തിലാണ്, 4 പെണ്ണുങ്ങൾ നരകത്തിലാണ്. ആ 4 പെണ്ണുങ്ങളെ കുറിച്ച് മാത്രം ഇന്ന് പരാമർശിക്കാം. അത് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞ് വിശദീകരിക്കാൻ ഇനി സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. പെട്ടെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിനോട്, തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് ഒരിക്കൽ പറഞ്ഞു, ഞാൻ സ്വഹാബ സ്വർഗത്തിലേക്ക് എത്തി നോക്കി. അപ്പൊ അവിടെ അധികം കണ്ടത് സാധുക്കളെയാണ്. കാരണം മുതലാളിമാര് പലപ്പോഴും ഈ 10 കാശുണ്ടെന്ന തണ്ടിൽ എന്തൊക്കെയാ കാട്ടേണ്ടതെന്ന് അറിയൂല. കണ്ണൂരിൽ വെച്ച് നടത്തിയ ഈ പ്രഭാഷണ പരമ്പരയുടെ തുടക്കത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അഹങ്കാരത്തിന്റെ വിനകൾ എന്ന വിഷയത്തിൽ കാശ് കൊണ്ട് അഹങ്കരിച്ചാലുണ്ടാകുന്ന ദുര്യോഗം എന്താണെന്ന് കാറൂം മുതലാളിയുടെ അന്ത്യം സൂചിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അതിന്റെ വരും വരായികളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ അത് പ്രകാശനം ചെയ്തതാണ്, വാങ്ങിയിട്ടുണ്ടാകും, കേട്ടവരും കൂട്ടത്തിലുണ്ടാവും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിനനുസരിച്ചൊക്കെ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഏതാവട്ടെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സാധുക്കളെയാണ് ഞാൻ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത്. മുതലാളിമാർ സ്വർഗത്തിലില്ല എന്നല്ലുണ്ട്, അള്ളാഹിനെ പേടിച്ച് നടക്കുന്ന മുതലാളിമാർ സ്വർഗത്തിലാണ്. പക്ഷെ സാധുക്കൾക്ക് പൊതുവെ ഒരു ഒതുക്കം ഉണ്ടാകും. ആ സാധുവിന് ഒതുക്കല്ലെങ്കിലോ, ആ സാധുവിന് ഒതുക്കല്ല അഹങ്കാരം ഉണ്ടായാലോ അല്ലാഹു തആല അവനെ സൃഷ്ടിക്കുമ്പോൾ ആരും സൃഷ്ടിക്കൂല. 10 പൈസന്റെ ഗതിയില്ല, പക്ഷെ കീബിർ എടുക്കാൻ മാത്രമുണ്ട്. ഇത് നമ്മളിൽ ഇന്ന് പലരുടെയും രോഗമാണ്. അവൻ അല്ലാഹു വിടൂല. എന്നാലും സാധുക്കൾ പൊതുവെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കാശില്ലാത്തതുകൊണ്ടായിരിക്കും മാറി നിൽക്കുന്നത്. പക്ഷെ അവിടെ തന്നെ മാനസികമായിട്ടൊരു ചിന്ത ഉണ്ടായാൽ കുടുങ്ങിയെന്ന. ഒരു സഹോദരൻ പണത്തിന്റെ തളപ്പുകൊണ്ട് അടിച്ച് പൊളിച്ചിങ്ങനെ നടക്കുകയാണ്. അവന്റെ കാറിന്റെ ഡിക്കില് കുപ്പിയുണ്ട്, ബാക്കില് വളകിലുങ്ങുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ മറ്റവനും ഇങ്ങനെ തോന്നുകയാണ്, എനിക്കും അതുപോലെ ഉണ്ടെങ്കിൽ ഒക്കെ എനിക്കും അതുപോലെ ജഅഫറിനെ പോലെ ഒന്ന് നടക്കായിരുന്നല്ലോ. ആ തോന്നൽ കൊണ്ട് അല്ലാഹു അവനെ നരകത്തിന്റെ താഴോട്ട് വലിച്ചെറിയുമെന്ന് തസവൂഫിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ആ തോന്നൽ കൊണ്ട് തെറ്റുകുറ്റങ്ങൾ മനസ്സ് വിചാരിച്ചതിന് കുറ്റമില്ല എന്ന് പറഞ്ഞത് നിയന്ത്രിച്ചാൽ കിട്ടാത്ത തെറ്റുകളെ കുറിച്ചാണ്. അതേസമയം മനഃപൂർവ്വം ഉണ്ടാക്കി വിചാരിച്ച് ഇത്തരം തോന്നിയാസങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചാൽ അതിന് കുറ്റമുണ്ട് എന്നാണ്. അപ്പൊ മുതലാളി പണം എറിഞ്ഞിട്ട് നരകത്തിൽ പോയി, പണം കൊടുത്ത് നരകം വാങ്ങി മുതലാളി. എന്നാൽ ആ പണം കൊടുക്കാതെ മുതലാളി പോയ അതേ കാരണം കൊണ്ട് നരകത്തിൽ പോകുന്ന ചില സാധുക്കളുണ്ട് എന്ന് മഹാന്മാർ വിശദീകരിച്ചത് കാണാം. അവർ വരാം, അങ്ങനെയൊക്കെ ഒരു 10 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ എനിക്കും അങ്ങനെയൊക്കെ നടക്കായിരുന്നല്ലോ എന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ അത്തരം വേണ്ടാത്ത ആഗ്രഹങ്ങളൊന്നും ആരുടെയും മനസ്സിലുണ്ടാവരുത്. ഇത്തരം ആളുകൾ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്കും അങ്ങനെ ആവായിരുന്നു, യാലൈത്തലനാമിസ്ലമാ ഊത്തിയ കാറൂൻ, അങ്ങനെ ആഗ്രഹിക്കുക എന്നുള്ളത് ഭയങ്കര തെറ്റാണ്. അവർ പിറ്റേന്ന് തന്നെ അത് തിരുത്തി, പിറ്റേന്ന് തന്നെ അവർ തിരുത്തുകയാണ്. അപ്പൊ ഏതാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ അധികം കണ്ടത് ഫുഖറാക്കളെയാണ്. പിന്നെ നരകത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ഫറഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ, അവിടെ ഞാൻ അധികം കണ്ടത് പെണ്ണുങ്ങളെയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ എന്താണ് സഹോദരിമാരെ കാണാൻ കാരണം? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അർബഉം മിനൻ നിസാഇ ഫിൽ ജന്ന വഅർബഉം ഫിന്നാർ. 4 പെണ്ണുങ്ങൾ സ്വർഗത്തിലാണ്, 4 പെണ്ണുങ്ങൾ നരകത്തിലുമാണ്. സ്വർഗത്തിലുള്ള സഹോദരിമാരെ കുറിച്ച് ഇപ്പോൾ തൽക്കാലം ചർച്ച ചെയ്യുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. നബി തങ്ങൾ പറയുന്നു, വഅമ്മൽ അർബഉൽ ലവാത്തി ഫിന്നാർ. നരകത്തിലുള്ള 4 പെണ്ണുങ്ങൾ ആരാണെന്നറിയോ? നിസാ ഇംറഅത്തുൻ ബദീഅത്തുൽ ലിസാൻ, ഇംറഅത്തുൻ ബദീഅത്തുൽ ലിസാനി അലാ സൗജിഹാ. ഭർത്താവിനെതിരെ മോശപ്പെട്ട നാക്കുയർത്തുന്ന പെണ്ണാണ്. അതേ, ഭർത്താവിനോട് അശ്ലീലം മാത്രമേ പറയൂ, ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യവും പറയില്ല. അവളുടെ നാക്കിന് നീളം ഒരൽപ്പം കൂടുതലാണ്. പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഐ ത്വദീലത്തുൽ ലിസാനി അലാ സൗജിഹാ, എപ്പോഴും ഭർത്താവിനെ നാവുകൊണ്ട് വിഷമിപ്പിക്കുകയാണ്, നാക്കിന് നീളം കൂടുതലാണ്. ഒരുപാട് നീളമുള്ള നാക്കാൻ എപ്പോഴും ഭർത്താവിനെങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ അവസ്ഥ ഒരിക്കലും സഹോദരിമാരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ആ പെണ്ണു നരകത്തിലാണ്. ഓരോ പെണ്ണും നെഞ്ചത്ത് കൈവച്ചോർക്ക, ഞാൻ എന്റെ ഭർത്താവിന് ഒരു ശല്യക്കാരിയാണോ, അതോ എന്റെ ഭർത്താവിന് സഖനാണോ, സമാധാനമാണോ? ഖുർആൻ പറയുന്നു,
നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ സ്വന്തം ഇണകളിൽ സ്വന്തം വർഗത്തിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു തന്നത് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾക്ക് ശാന്തി തേടി ചെല്ലാനാണ്. ജോലി ഭാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരുപാട് ചൂടുപിടിച്ച തലയുമായി തിരിച്ചു വരുമ്പോ ആ ഭാര്യയുടെ മുഖമൊന്ന് കാണുന്നതോടുകൂടെ എല്ലാം തണുക്കുന്നു. അതേ ഭാര്യയുടെ ആ ഒരു പുഞ്ചിരി കാണുന്നതോടുകൂടെ എല്ലാം മറന്നുപോയി. ഇത്തരത്തിലുള്ള ഒരു പെണ്ണാണ് നമ്മുടെ ജീവിത സുഖത്തിനാവശ്യം. അതിന് സൗന്ദര്യമല്ല വിഷയം, അതിനേറ്റവും വലിയ വിഷയം നല്ല സ്വഭാവമുള്ള ഒരു പെണ്ണാണ്, ഭർത്താവിനെ തിരിച്ചറിയാൻ കഴിയുന്ന പെണ്ണാണ്. അല്ലെങ്കിൽ വൈകാരിക ദാഹം തീർക്കാൻ വേണ്ടിയാണെങ്കിൽ മിൻ അൻഫുസിക്കും തന്നെ കൊടുക്കേണ്ടിയില്ലായിരുന്നു. കാരണം വൈകാരിക ദാഹം തീരാൻ മറ്റു ജന്തുവർഗങ്ങളിലെ ഇണകളായാലും വൃത്തികെട്ട ഏർപ്പാടാണ്, മോശപ്പെട്ട ഏർപ്പാടാണ്. എന്നാലും വൈകാരിക ദാഹം തീരുമായിരുന്നു. വൈകാരിക ദാഹം തീരൽ മാത്രമല്ല ലക്ഷ്യം, ലിതസ്കുനൂ ഇലൈഹാ, ഭർത്താവിന്റെ മനസ്സ് വായിക്കാൻ കഴിയുന്ന ഭാര്യയാണ് വേണ്ടത്, ഭർത്താവിനെ തണുപ്പിക്കാൻ കഴിയുന്ന ഭാര്യയാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് സമാധാനമാണോ, അതോ നിങ്ങൾ വന്നതോടുകൂടി അദ്ദേഹത്തിന് വിട്ടുമാറാത്ത തലവേദനയാണോ നിങ്ങൾ? ഇത് ചിന്തിക്കുന്നത് നല്ലതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്. ആ പെണ്ണ് നരകത്തിലാണെന്ന് പറയുന്നു. ഇനി മാത്രമല്ല, വൃത്തികെട്ടതേ അവൾ പറയൂ, ഇൻവാബ അൻഹാ സൗജുഹാ, ഭർത്താവ് നാട്ടിലില്ലേ, ലം തസുന്നസഹാ, അതെ അവൾ അവരുടെ സ്വന്തം ശരീരത്തെ കാട്ടില്ല. ഭർത്താവ് നാട്ടിലില്ല. പലപ്പോഴും വിദേശ രാജ്യത്ത് ജീവിക്കുന്ന ഗൾഫുകാരുടെ ഭാര്യമാര് പല സമയത്തും ജീവിത വിശുദ്ധി പലപ്പോഴും തകർന്നു പോകാറുണ്ട്. വ്യഭിചാരം നിത്യശീലമാക്കി മാറ്റിയ പല ഏരിയകളും നമുക്ക് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിൽ നിന്നൊക്കെ മാറി നിന്ന് സംശുദ്ധമായ ജീവിതം നയിക്കാൻ എന്നെയും നിങ്ങളെയും അല്ലാഹു തുണക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യമാർക്ക് അല്ലാഹു ഹിഫ്ദ് നൽകുമാറാവട്ടെ, സംരക്ഷണം നൽകുമാറാവട്ടെ. ഇനി ഭർത്താവ് നാട്ടിലുണ്ടെങ്കിലോ, ഭർത്താവ് നാട്ടിലില്ലെങ്കിൽ അവളുടെ ശരീരം മറ്റുള്ളവർക്ക് സമർപ്പിച്ച് ഭർത്താവിനെ വഞ്ചിച്ചു, വിശ്വാസവഞ്ചന നടത്തി. വഇൻ ഹദറ ആദതുഹു ബിലിസാനിഹാ, നാട്ടിലുണ്ടെങ്കിൽ സ്വന്തം നാക്ക് ഭർത്താവിനെതിരെ നീളുന്നു, എന്നിട്ട് ഭർത്താവിനെ നിരന്തരം ശല്യം ചെയ്യുന്നു, ഒരു മോചനവുമില്ല. ഇങ്ങനെ ആവാൻ പാടില്ല, ഇങ്ങനെ ആവാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ ദൂർത്തും ലുബ്തും എന്നൊരു വിഷയം നമുക്ക് നാളെ ചർച്ചയ്ക്ക് വരികയാണ്, അവിടെ വെച്ച് പറയാം. ഇന്നത്തെ പെണ്ണുങ്ങൾ പലപ്പോഴും വലിയ ഷെറാകുന്നത് നമ്മൾ കാണിച്ചു കൊടുത്ത ഈ ദൂർത്ത് കൊണ്ടാണ്. നമ്മളാണ് അതിന് കാരണക്കാർ. ഇൻഷാ അല്ലാഹ് നാളെ പറയാം, ഇത് പറയാനത് സമയം കിട്ടൂല. എന്നാൽ രണ്ടാമത്തെ പെണ്ണാരാണ്? ഇംറഅത്തുൻ തുകല്ലിഫു സൗജഹാ മാ ലാ യുതീഖ്, ഭർത്താവിന്റെ പരിധിയിൽ ഒതുങ്ങാത്തത് ഭർത്താവിനോട് നിർബന്ധിക്കുന്നവൾ, അവൾ നരകത്തിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു സംശയം ബാക്കിവെക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠായമായി പ്രഖ്യാപിക്കാൻ, 4 പെണ്ണ് നരകത്തിലാണ്. ഏത് പെണ്ണ്? രണ്ടാമത്തെ പെണ്ണാരാ? കണ്ടില്ലേ നിങ്ങൾ? അടുത്ത അയൽക്കാരിക്ക് വാങ്ങിക്കൊടുത്തത്, അവളുടെ പുതിയാപ്പിള വാങ്ങിക്കൊടുത്തത് കണ്ടില്ലേ? ആഴ്ചക്കാഴ്ചക്ക് ഓരോ സാരിയ, മാസത്തിലോരോ സാരിയ, മാസത്തിലോരോ പർദ്ധയ, മാസത്തിലോരോ ഉടുപ്പ. എവിടെയാ എനിക്കെവിടെ ഉടയാടകള്? എത്ര കാലമായി എനിക്ക് മിതമായി വസ്ത്രവും ഭക്ഷണവും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഭർത്താവിനോട് കൊടുക്കാത്ത ഭർത്താവാണെങ്കിൽ അവൻ അക്രമിയുമാണ്. ഇൻഷാ അല്ലാഹ് അത് നാളെ പറയും. ലുബ്ദിന്റെ ഭാഗമായിട്ട് വിശദീകരിക്കുമ്പോൾ നമുക്ക് പറയാം, അത് കൊടുത്തില്ലെങ്കിൽ അപകടമാണ്. പക്ഷേ മിതമായി കൊടുക്കുന്ന ഭർത്താവിനോട് മറ്റുള്ളവരെ തൂണ്ടിയിട്ട്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വരുമാനമുള്ളവൻ കൊടുക്കുന്നത് കണ്ട പാവപ്പെട്ടവനോട് ചോദിക്കുന്ന, കഴിവിലൊതുങ്ങാത്തത് ചോദിക്കുന്ന, അല്ലെങ്കിൽ ദൂർത്തടിച്ച് ജീവിക്കാൻ ഭർത്താവിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ്, ആ പെണ്ണ് നരകത്തിലാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇനി മൂന്നാമത്തെ പെണ്ണാരാ? വസ്സാലിസതു ഇംറഅത്തുൻ ലാ തസ്തുറു നഫ്സഹാ മിനർ റിജാൽ വതഖ്റുജു മിൻ ബൈതിഹാ മുതബർരിജ. ഇതൊക്കെ ഒരുപാട് ഹദീസുകളുടെ, നല്ല പൊള്ളുന്ന ഹദീസുകളുടെ അകമ്പടിയോട് അവതരിപ്പിക്കണമെന്ന് കരുതിയതായിരുന്നു, പക്ഷെ സമയം കഴിഞ്ഞുപോയി. മൂന്നാമത്തെ പെണ്ണാരാ? ആ പെണ്ണ് ഇംറഅത്തുൻ ലാ തസ്തുറു നഫ്സഹാ മിനർ റിജാൽ, അന്യപുരുഷന്മാരെ തൊട്ട് അകൃത്ത് മറക്കാത്ത പെണ്ണാണ്. അന്യപുരുഷന്മാരെ തൊട്ട് സ്വന്തം ശരീരത്തിന്റെ ഭാഗങ്ങള് മറച്ചുവെക്കാത്ത പെണ്ണാകുന്നു. ലാ തസ്തുറു നഫ്സഹാ മിനർ റിജാൽ, സ്ത്രീ അവളുടെ ശരീരത്തിന്റെ മറക്കേണ്ട ഭാഗങ്ങൾ മുഴുവനും അവൾ മറച്ചേ പറ്റൂ.
അല്ലാതെ അവൾ പുറത്തിറങ്ങിയാൽ അത് വലിയ അപകടമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങൾ ഈ ഔറത്ത് മറക്കുന്ന കാര്യത്തിൽ ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല. ഇന്ന് ആടിനെ വിട്ടതുപോലെ അങ്ങാടിയിൽ കാണുന്ന പെണ്ണ് മാപ്പിളയാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു നിലപാടാണ്. തലയിൽ തട്ടമിട്ടിട്ടില്ല, മാറ് പുറത്താണ്, എന്നിട്ട് രണ്ട് ചെവിയിലും മൊബൈൽ ഫോൺ വെച്ച് വിളിച്ച് ചെത്തി നടക്കുകയാണ് റോട്ടിലൂടെ. പഴയകാലത്ത് ഉമ്മയുടെ നാണവും ഇന്നത്തെ ഉമ്മയുടെ സഹോദരിയുടെ നാണവും തമ്മിൽ എത്ര അന്തരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നബിതങ്ങൾ പറഞ്ഞു, ഇദാലം തസ്തഹി ഫസ്നാ മാ ശിഅ്ത, ഉളുപ്പില്ലെങ്കിൽ നീ കണ്ടത് കൂട്ടിക്കോ, ഉളുപ്പില്ലെങ്കിൽ കണ്ടത് കൂട്ടിക്കോ. അതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ സഹോദരിമാരുടെ പല കോലങ്ങളും കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നുന്നത്. നന്നായി ജീവിച്ചില്ലെങ്കിൽ സംഗതി അപകടമാണ്. നാലാമത്തെ പെണ്ണിനെ കുറിച്ച് റസൂലുള്ളാഹി, മൂന്നാമത്തെ പെണ്ണ് അന്യപുരുഷന്മാരെ തൊട്ട് ഔറത്ത് മളക്കാത്തവളും വതഖുറുജു മിൻ ബൈതിഹാ മുതബർരിജ, അതേ കണ്ണെഴുതി അത്തറ് പൂശി നല്ലോണം അങ്ങാടിയിലൂടെ മണപ്പിച്ച് നടക്കുന്ന പെണ്ണ്, എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉപയോഗിച്ച് അടിച്ചു പൊളിച്ച് വീട്ടിൽ നിന്ന് വെറുതെ അങ്ങ് പുറത്തിറങ്ങിപ്പോകുന്ന പെണ്ണ്. ഇത് പെണ്ണിനിന്നൊരു ഹോബിയാ. വതഖുറുജു മിൻ ബൈതിഹാ മുതബർരിജ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഉലാ. ആദ്യകാലഘട്ടത്തിലെ പെണ്ണ് അഴിഞ്ഞാടിയതുപോലെ നീ അഴിഞ്ഞാടരുത്, വീട്ടിന്റെ ഉള്ളിലിരുന്നോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാന്നാ ഖുർആൻ പറഞ്ഞത്, അതിനെയാ വിലക്കിയത്. അന്നത്തെ പെണ്ണിന്റെ കുഴപ്പം ഇന്നഹാ കാനത് ലാ തുഗത്തി റഅസഹാ, തലമറക്കാത്ത പെണ്ണായിരുന്നു അവള്. എന്നാ ഞാൻ എന്റെ കൂട്ടുകാരികളോട് ചോദിക്കട്ടെ, അന്ന് നബിതങ്ങൾ ആ തലമറക്കാത്ത പെണ്ണിനെ പോലെ നിങ്ങൾ നടക്കരുത് എന്ന് പറഞ്ഞെങ്കിൽ, ജാഹിലിയ്യ സംസ്കാരം നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞെങ്കിൽ, ഇന്നത്തെ ഉടുക്കാത്ത പെണ്ണിനെ കണ്ടാൽ നബി എന്ത് പറയും? തലമറക്കാത്ത പെണ്ണല്ല ഇന്നുള്ളത്, തീരെ ഉടുക്കാത്ത പെണ്ണാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാ. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഉലാ, ഒരിക്കലും ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ചെത്തിപ്പൊളിച്ച് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. പെണ്ണിന് പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ വലിയ സന്തോഷാണ്, പണ്ഡിതന്മാർ അനുവദിച്ചതാണ്. അപ്പോൾ തന്നെ എല്ലാ ചിട്ടയും പാലിച്ചുകൊണ്ട് വെറുതെ പെണ്ണ് പുറത്തിറങ്ങുക എന്ന വിഷയം ഒരിക്കലും അനുവദിക്കുന്നില്ല. നബിതങ്ങൾ പറഞ്ഞു, അത്തറ് പൂശി ഒരു പെണ്ണ് പുറത്തു പോയാൽ അവള് വ്യഭിചരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് കാണാം. അത്തറ് പൂശി പുറത്തു പോയ പെണ്ണ് അവൾ വ്യഭിചരിച്ചവളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം. അത്തറ് പൂശി പുറത്തേക്ക് പോയ ഫഹിയ സാനിയാണ് ആ ഹദീസിൽ പറഞ്ഞത്. എന്താ ഈ കേൾക്കുന്നത്? പുറത്തിറങ്ങുമ്പോഴല്ലേ നമ്മുടെ പെണ്ണുങ്ങൾ അത്തറ് പൂശുള്ളൂ അല്ലെ? ഭർത്താവിന്റെ അടുത്തേക്ക് വരുമ്പോഴേ അത്തറ് പൂശേണ്ടത്. അവിടേക്ക് ഒരു കണക്കുമില്ല. അവിടെ നേരം വെളുത്ത് വൈകുന്നേരം വരെ അടുക്കളയിൽ തിരിഞ്ഞു മറിയുമ്പോ ആ കരി തുടച്ച ആ അഴുക്ക് മുഴുവനും പുരട്ടിയ അതേ ഡ്രസ്സിൽ ഭർത്താവിന്റെ അടുത്തേക്ക് കയറി വരാൻ ഒരു നാണവും ഉണ്ടാവില്ല. ഡ്രസ്സും കൂടി ഒന്ന് മാറിക്കൊള്ളണമെന്നുണ്ടാവില്ല. പുറത്തിറങ്ങുകയാണെങ്കിൽ അത്തറ് പൂശി നല്ല അടിപൊളിയായിട്ട് തന്നെ ഇറങ്ങണമെന്ന നിർബന്ധം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ അവള് സാനിയത്താണ്, അർത്ഥത്തിൽ അവൾ വ്യഭിചരിച്ചിരിക്കുന്നു. അവൾ അവളുടെ ശരീരത്തെ കാത്താലും ദുർബലരായ ഒരുപാട് മനസ്സുകള് അവർ ഇവൾ കാരണമായി വേണ്ടാവിചാരങ്ങളിൽ പെട്ടുപോകും. അങ്ങനെ തന്നെ അതേക്കുറിച്ച് പരിചയപ്പെടുത്തിയത് കാണാം. വേണ്ടാവിചാരങ്ങളില് പെട്ടുപോകുബലരായ ഒരുപാട് മനസ്സുകള് അവൾ രക്ഷപ്പെട്ടാലും മറ്റുള്ളവർക്ക് അവളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നന്നായി കരുതണം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാർ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. നാലാമത്തെ പെണ്ണിനെ കുറിച്ച് പറയുന്നു. ഇത് ഏതെങ്കിലും പെണ്ണിനുണ്ടെങ്കിൽ പേടിച്ചോ. നാലാമത്തെ പെണ്ണിന്റെ സ്വഭാവം ഇംറഅത്തുൻ ലൈസ ലഹാ ഹമ്മുൻ ഇല്ലൽ അക്ലു വശ്ശുർബു വന്നൗം വലൈസ ലഹാ റഗ്ബത്തുൻ ഫിസ്സലാത്തി വലാ ഫീ ത്വാഅത്തില്ലാഹി വലാ ഫീ ത്വാഅത്തി റസൂലിഹി വലാ ഫീ ത്വാഅത്തി സൗജിഹാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നാലാമത് നരകത്തിലാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്ന പെണ്ണ് ഇംറഅത്തുൻ, ഒരു പെണ്ണാണ്. ലൈസ ലഹാ ഹമ്മുൻ, അവൾക്കൊരു ലക്ഷ്യവുമില്ല, ഒരു ലക്ഷ്യവുമില്ല. ഇല്ലൽ അക്ലു വശ്ശുർബു വന്നൗമു, തിന്നണം, കുടിക്കണം, ഉറങ്ങണം, അല്ലേ?
ആധുനിക പെണ്ണുങ്ങൾ ചിന്തിച്ചോ, വർത്തമാനകാല സഹോദരിമാര് ചിന്തിച്ചോ, നമ്മളൊക്കെ ഇങ്ങനെ തന്നെ അല്ലേ? തിന്നണം, കുടിക്കണം, ഉറങ്ങണം, സീരിയൽ കാണണം, തോന്നിയാസങ്ങൾ, അശ്ലീലം വായിക്കണം, അശ്ലീല ചിത്രങ്ങൾ കാണണം, അത്രയല്ലേ ഉള്ളൂ. വലൈസലഹ റഗ്ബത്തുൻ, ഒരാഗ്രഹവുമില്ല. നിസ്കരിച്ചോളണം എന്നുള്ള താല്പര്യം തന്നെ ഇല്ല. എത്ര വീടുകളിലുണ്ട് ഇത്തരം ഇരുകാലികൾ എന്ന് പറയപ്പെടാൻ പറ്റുന്ന മനുഷ്യന്മാര്, എത്രയോ സ്ത്രീജനങ്ങളുണ്ട്. ഞാനിത് പറയുമ്പോൾ സഹോദരിമാർ പലപ്പോഴും നിസ്കരിക്കുന്നവരാണ്, എന്നോട് വിഷമം തോന്നിപ്പോകരുത്. പിന്നെയും സഹോദരന്മാരായിരിക്കും ഈ വിഷയത്തിൽ പിന്നിലുള്ളത്. എന്നാൽ സഹോദരിമാരിൽ തന്നെ നല്ല ഒരു ഭാഗം നിസ്കരിക്കുന്നില്ല. ഈയുടെ അടുത്തായിട്ട് തന്നെ കുറെ ആളുകൾ പരാതി പറഞ്ഞു, ഉസ്താദേ ഭാര്യ ഒന്ന് നേരത്തിന് നിസ്കരിച്ച് കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ആ ഒരു ചിന്തയെ ഭാര്യയുടെ മനസ്സിലില്ല. ലൈസലഹാ റഗ്ബത്തുൻ ഫിസ്സലാ, നിസ്കരിക്കണമെന്ന ചിന്തയില്ല. വലാ ഫീ ത്വാഅത്തില്ല, അല്ലാഹുവിനെ അനുസരിക്കണമെന്ന ചിന്തയില്ല. വലാ ഫീ ത്വാഅത്തി റസൂലിഹി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെടുത്ത് റസൂലുള്ള ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു, റസൂൽ അങ്ങനെയൊക്കെ പറയും, അതിനിപ്പോ എനിക്ക് നടക്കാൻ പറ്റുമോ? അള്ളാഹ് അങ്ങനെയൊക്കെ പറയും, അത് ഞാൻ കേട്ടോളണമെന്നുണ്ടോ? ഈ നിലക്ക് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലോ റസൂലിനെ അനുസരിക്കുന്നതിലോ ഒരു താല്പര്യവുമില്ല. നിസ്കരിക്കണമെന്നില്ല, നോമ്പ് നോൽക്കണമെന്നില്ല, ഖുർആൻ ഓതണമെന്നില്ല, നല്ല നല്ല കാര്യങ്ങളിലൊന്നുമില്ല. വലാ ഫീ ത്വാഅത്തി സൗജിഹാ, എന്തിനധികം കെട്ടിയോനടക്കം അനുസരിക്കണമെന്ന നിർബന്ധമില്ല അവൾക്ക്. ഈ രൂപത്തിൽ താൻ തോന്നിയായി ജീവിക്കുന്ന പെണ്ണില്ലേ, വെറും തിന്നുക, കുടിക്കുക, ഉറങ്ങുക, മൃഗം തന്നെ. മൃഗങ്ങൾക്കാണല്ലോ ഇങ്ങനെ ഉണ്ടാകുക. ഇതാ ഞാൻ പറഞ്ഞത്, ഇരുകാലി എന്നേ പറയാൻ പറ്റുള്ളൂ, മനുഷ്യന്ന് പറയാൻ പറ്റില്ല. അത്തരം സഹോദരിമാര് വളരെ കുറവായിരിക്കും. ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ആ പെണ്ണ് നരകത്തിലേക്കാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് കാണാം. ഇനി അതാ ഒരുപാട് സഹോദരിമാരെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നരകത്തിലാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞത് കാണാം. അങ്ങോട്ടിനി കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല, സമയം കഴിഞ്ഞതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി നബിതങ്ങൾ നരകത്തിലാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞത് ഞെരിയാണി വിട്ട് താഴെ ഇറങ്ങിയ വസ്ത്രം കേട്ടോളൂ. മനമാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഫിന്നാർ. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് സഹോദരന്മാര്, ചെറുപ്പക്കാര്, ഒരു പക്ഷേ പാൻസ് ഉടുത്ത ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിർത്തിച്ചാൽ അവരുടെ പാൻസിന്റെ തലപ്പ് ഷൂ അടക്കം മൂടുന്ന രൂപത്തിൽ അതാ താഴെ അടിച്ചുവാരി നടക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ഇത്തരം ആളുകളെ നല്ല ഒരു ഓമന പേരിൽ വിളിച്ചു, ചൂൽ പാൻറ്റുകൾ എന്ന് വിളിച്ചു. എല്ലാ അർത്ഥത്തിലും ആ പേരവർക്ക് യോജിച്ച പേരാ. കാരണം ഫുട്പാത്തിലുള്ള കഫം, മലം, മൂത്രം, ചാണകം ഇതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി പോകുന്ന ഒരു തോട്ടിയല്ലേ ഇവൻ. ചൂൽ പാൻറ്റുകൾ എന്ന് വിളിച്ചത് എല്ലാ അർത്ഥത്തിലും ശരിയാണ്. ഇതാ ഞെരിയാണിയുടെ താഴെ ഇറങ്ങിയ ഡ്രസ്സ്, ആ ഡ്രസ്സ് നരകത്തിലാണ്, അത് ധരിച്ചവൻ നരകത്തിലാണ്. അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല, അവന്റെ മുഖത്തേക്ക് അല്ലാഹു താല്പര്യത്തോടെ നോക്കില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് നേരത്തെ ഞാൻ വായിച്ച ഹദീസ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത വിവിധ ഹദീസുകളിൽ 80-ലധികം ഹദീസുകളിൽ ഹബീബായ നബിതങ്ങൾ ഞെരിയാണിയുടെ താഴെ ഇറങ്ങുന്ന മുണ്ടിനെ വിമർശിച്ചിട്ടുണ്ട്. മുതലാളിമാരിൽ പലപ്പോഴും നല്ല ഒരു വിഭാഗം ആളുകൾ മുണ്ട് കുത്തഴിച്ചിട്ടാൽ അത് മാർബിൾ തറയിൽ ഒരു മീറ്റർ, അര മീറ്റർ ഇങ്ങനെ വിരിഞ്ഞു കിടക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇതിന്റെ പേര് പ്രൗഢിയാണെങ്കിൽ ഇത് പ്രൗഢി പ്രകടനമല്ല, ഇത് റൗഡി പ്രകടനമാണ്. നിങ്ങളിത് അവസാനിപ്പിക്കണം. അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് നരകത്തിൽ പോകുന്ന കേസാൻ. തുണി ഒരൽപ്പം കയറുമ്പോഴേക്ക് ഞാനൊരു മൊല്ലാക്കയായി എന്ന് തോന്നണ്ട. നോക്ക്, നിങ്ങൾ ഈ സദസ്സിൽ ഈ സ്റ്റേജിലിരിക്കുന്ന ഒരുപാട് ആളുകൾ അഭ്യസ്തവിദ്യരായ ആളുകളുണ്ട്, മറ്റുള്ള ആളുകളുണ്ട്. ഞാൻ കണ്ട ഒരുപാട് എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, നിങ്ങൾ എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഞെരിയാണിയുടെ മുകളിലാണ് അവരുടെ പാൻസ്, ഞെരിയാണിയുടെ മുകളിലാണ് അവരുടെ തുണിയുടുത്തത്. അവരുടെ പിന്നാലെയൊന്നും ആരും കൂടിയിട്ട് ഏതാ മൊല്ലാക്കെ നീ എന്ന് ചോദിച്ച് കളിയാക്കുന്നില്ല, പരിഹസിക്കുന്നില്ല.
നമുക്കല്ലേ ഈ ദുരഭിമാനം തോന്നുന്നത്. വഇദാ ഖീല ലഹു തഖില്ലാഹ് അഖദതുഹുൽ ഇസ്സതു ബിൽ ഇസ്മ. ഇതൊരു കുഴപ്പമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. തഖ്വ ചെയ്ത് ജീവിക്കണോ, അല്ലാഹനെ പേടിച്ച് ജീവിക്കണം. ആ മുണ്ടൊന്ന് പൊങ്ങട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ കിടക്കുകയാണ്. കുത്തേറ്റു മരിക്കാൻ കിടക്കുമ്പോ തന്നെ കാണാൻ വരുന്ന ആൾ തിരക്കിനിടയിൽ ഒരു ചെറുപ്പക്കാരന്റെ മുണ്ട് താഴെ ഇറങ്ങിയത് കണ്ടപ്പം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ മോനെ, സക്രാത്തിന്റെ ഹാലിലാണ് ആ ഉപദേശിക്കുന്നത്, ആ മുണ്ടൊന്ന് പൊങ്ങിക്കോട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇനി എന്നാ നമ്മൾ മാറുക? ഈ ഒരു വേണ്ടാത്തരം, ഈ ഒരു വൃത്തികേട് നിങ്ങൾ നോക്ക. ഇന്ന് നിങ്ങൾ ളുഹ്ർ നിസ്കരിക്കാൻ നോക്കുമ്പോ നോക്ക, ഞാൻ പറയുന്നു നല്ല ഒരു വിഭാഗം അവരുടെ അവസ്ഥ തന്നെ ആയിരിക്കും. ളുഹ്ർ നിസ്കരിക്കുമ്പോൾ മാത്രം കയറിയാൽ പോരാ, അത് വേറെ വിഷയം. എല്ലാ സമയത്തും കാരണം, അല്ലെങ്കിൽ അവന്റെ വസ്ത്രത്തിൽ നജസ് ഉണ്ടാവും, നിസ്കരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ലാ യഖ്ബലുല്ലാഹു സലാത്ത മുസ്ബിരിൻ ഇസാറാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വീകരിക്കൂല എന്ന് പറയണമെങ്കിൽ ഷർത്ത് ഒത്തിട്ടുണ്ടാവില്ല. ഷർത്തല്ലേ ത്വഹാറത്ത്, ത്വഹാറത്തില്ലാത്ത നിസ്കാരം അല്ലാഹു സ്വീകരിക്കുമോ? അപ്പൊ അതുകൊണ്ട് ഇതിന്നൊക്കെ ഒന്ന് മാറണം. പാൻസ് നീളം കുറക്കണം. അത് പറയുമ്പോൾ നല്ലോണം വൃത്തിയായിട്ട് തട്ടിക്കൊട്ടി, അതിൻ്റെ ഉള്ളിൽ തന്നെ ചാണകത്തിന്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമായി മടക്കി വെക്കുന്നവർക്ക്. ഇനി പോവട്ടെ, അതൊക്കെ തട്ടിക്കൊട്ടി ഞാൻ മടക്കി വൃത്തിയാക്കി വെക്കുകയാണെങ്കിലോ എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരുണ്ടാവും. അവരോട് പറയാനുള്ളത്, നിങ്ങളിത് മടക്കി വെച്ചാൽ കറാഹത്താ, ഇറക്കിയിട്ടാ ഹറാമുമാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മടക്കി വെക്കണ കറാഹത്താണ്, ഇറക്കിയിട്ട ഏതായാലും ഇത് കൊടുത്ത് നിസ്കരിക്കണ്ടേ. മാപ്പിള എപ്പോഴും നിസ്കരിക്കാൻ പറ്റിയ മുണ്ടേ അവനെടുക്കാവൂ. മാപ്പിളയാണെങ്കിൽ അങ്ങനെ എടുക്കാവൂ. അപ്പൊ അതുകൊണ്ട് കൃത്യം ഞെരിയാണിക്ക് താഴെ വരാതെ വെട്ടിക്കളയാ. അതൊരു മാപ്പിളന്റെ വേഷായിക്കോട്ടെ, എന്നിട്ട് നമുക്കൊന്ന് സ്വീകരിക്കാം. എത്ര ആളുകൾ അങ്ങനെ പാൻസ് കൊടുക്കുന്നു കേട്ടോ, അവരൊന്നും കളിയാക്കി പിന്നാലെ ആരും കൂടുന്നില്ലല്ലോ. നമുക്കെന്താ നന്നാവുന്നതിന് കുഴപ്പം? ഇന്നലെ കേട്ട നരകം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയോ? എന്നാൽ ഒരു 4 മീറ്ററും കൂടെ താഴോട്ട് അടുപ്പിച്ചു, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിലോ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് ചെറുതായേ പറ്റൂ. അല്ലാഹു തആല നമുക്കതിനുള്ള നല്ല മനസ്സ് തരട്ടെ. ഒരുപാട് ആളുകൾ, ഞാൻ സൂറത്തുൽ വാഖിയയിൽ ശക്തമായി പറഞ്ഞിരുന്നു ഈ വിഷയം. അതുപോലെ തന്നെ മറ്റുള്ള സീഡികളിലൊക്കെ പലപ്പോഴും ഭാഗികമായി ഇത് പരാമർശിച്ചു. അതിന്റെ ഭാഗമായി ഒരുപാട് ആളുകൾ സന്തോഷത്തോടുകൂടെ വിളിച്ചു. ഇപ്പോഴും പഴക്കല്ല, 2 ആഴ്ച മുമ്പ് വരെ ഖത്തറിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു, എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കുടുങ്ങി എന്ന് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ സൂറത്തുൽ വാഖിയയുടെ സീഡികൾ കണ്ടിട്ട് മാറ്റം കുടുങ്ങി. SYS ആണ് യഥാർത്ഥത്തിൽ അത് വിതരണം ചെയ്തിരുന്നത്. ഈ വർഷത്തെ പ്രഭാഷണ സീഡികളും എല്ലാ പ്രഭാഷകരുടെയും പ്രഭാഷണ സീഡികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉറപ്പാണ്, സുമനസ്സുകൾക്ക് മാറ്റം വരും. അള്ളാഹു മാറാനുള്ള നല്ല മനസ്സ് എനിക്കും നിങ്ങൾക്കും നൽകുമാറാവട്ടെ. നമ്മൾ അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. 80-ലധികം ഹദീസുകളിലുണ്ട്. വിവിധ രൂപങ്ങളിൽ നബിതങ്ങൾ പറഞ്ഞു, നെരിയാണിന്റെ താഴോട്ട് തുണി ഇറങ്ങാൻ പാടില്ല, പാൻസ് ഇറങ്ങാൻ പാടില്ല. ഇത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാടുണ്ട് ഇത് സംബന്ധമായിട്ട് സംസാരിക്കാൻ. ഒരുപാട് സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം ഗൗരവപൂർവ്വം തന്നെ ഉണർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നബിയെ, ഇന്ന ഫുലാനതൻ യുദ്കറു മിൻ കസറതി സ്വലാത്തിഹാ വസിയാമിഹാ വസദഖതിഹാ. നബിയെ, ഇന്നാലിന്റെ പെണ്ണ്, നമ്മുടെ ആയിഷക്കുട്ടി താത്ത, ഒരു ഉദാഹരണം പറയാൻ, നമ്മുടെ ആയിഷക്കുട്ടി താത്ത അല്ലെങ്കിൽ ജമീല താത്ത, യുദ്കറു മിൻ കസറതി സ്വലാത്തിഹാ വസിയാമിഹാ വസദഖതിഹാ, നാട്ടിലാകെ ആ പെണ്ണിന്റെ നിസ്കാരം, ആ പെണ്ണിന്റെ നോമ്പ്, ആ പെണ്ണിന്റെ സ്വതക്ക, ഇതാണ് നാട്ടിലെ ചർച്ച. എന്ന് പറഞ്ഞാൽ സുന്നത്തായ നോമ്പൊക്കെ നോക്കും, സുന്നത്തുകാരങ്ങളൊക്കെ നിസ്കരിക്കും, നല്ലോണം ധർമ്മവും ചെയ്യും. അപ്പൊ പെണ്ണിനെ കുറിച്ചാണ് നാട്ടിലെ ചർച്ച, ആയിഷത്താത്തയെ കുറിച്ചാണ് നാട്ടിലെ ചർച്ച എന്ന് പറഞ്ഞു. പക്ഷേ ജനങ്ങൾ ഇത്രത്തോളം നിസ്കാരവും നോമ്പും ഖുർആൻ പാരായണവും സദഖയൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആ പെണ്ണ് ഗൈറ അന്നഹാ തുഅദി ജിറാനഹാ ബിലിസാനിഹാ, അവളെ നാക്കുകൊണ്ട് തൊട്ടടുത്ത് താമസിക്കുന്ന അയൽക്കാരിയേക്കൊന്നും ഒരു സുഖം കൊടുക്കില്ല. അങ്ങനെ കുറെ പെണ്ണുങ്ങളുണ്ടാവും, വലിയ നിസ്കാരക്കാരത്തിയാണ്. തൊട്ടടുത്ത് ഒരു 10 വീട്ടിലൊന്നും അവര് കാരണമായിട്ട് വേദനിക്കാത്ത ഒരു പെണ്ണുണ്ടാവില്ല. അശ്ലീലം തന്നെ വിളിച്ചു പറയുന്ന പെണ്ണുങ്ങൾ, എപ്പോഴും വക്കാണങ്ങള്, അയൽപക്ക തർക്കങ്ങള്, എന്നിട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അശ്ലീലം വിളിച്ചു പറയാ, വൃത്തികെട്ടത് പറയാ, വൃത്തികെട്ടത് ചെയ്യുക. ഈ രൂപത്തിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന നാവ് കൊണ്ടും ശരീരം കൊണ്ടും മറ്റവയവങ്ങളെ കൊണ്ടും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അയൽവാസിയെ ശല്യം ചെയ്യുന്നു.
എന്നാലോ നാട്ടിൽ വലിയ ചർച്ചയാണ് ആ പെണ്ണിന്റെ നിസ്കാരം, നോമ്പും സക്കാത്തും സദഖയൊക്കെ ആ പെണ്ണിന്റെ വിധങ്ങൾ പറഞ്ഞു. എന്നാലേ നാട്ടുകാർ എത്ര പൊരിഞ്ഞ ചർച്ച നടത്തിയാലും ശരി, ഖാല ഹിയ ഫിന്നാർ, അവള് നരകത്തിലാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ. അപ്പോ അയൽക്കാരനെ ശല്യം ചെയ്താൽ, അയൽക്കാരിയെ ശല്യം ചെയ്താൽ, സ്വന്തം അയൽക്കാരനെ നമ്മളെ തൊട്ട് നിർഭയത്വമില്ലെങ്കിൽ നമ്മൾ മൂമിനല്ലാന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ അയൽക്കാരനെ ശല്യം ചെയ്യരുത്, ഇത് നരകത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. ആ വിഷയങ്ങളൊക്കെ വിശദീകരിച്ച് പറയേണ്ട ഭാഗങ്ങളായിരുന്നു. തൽക്കാലം അവസാനിപ്പിക്കുന്നു. വേറെ അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ വേറെ ഒരു പെണ്ണ്, ആ പെണ്ണ് വളരെ കുറഞ്ഞ നിസ്കാരമാണ്, ഫുലാനത്തൻ ഫൈന ഫുലാനത്തൻ യുദ്കറു മിൻ ഖില്ലത്തി സിയാമിഹാ വസദഖത്തിഹാ വസലാത്തിഹാ, കുറഞ്ഞ നിസ്കാരേ ഉള്ളൂ. ജനങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു കുറച്ചേ ആ പെണ്ണ് നിസ്കരിക്കുള്ളൂ, അതുപോലെ തന്നെ കുറഞ്ഞ നോമ്പേ ഉള്ളൂ, ഫർദ് നിസ്കരിച്ച് മതിയാക്കും, ഫർദ് നോമ്പ് വെച്ച് നിർത്തും, ഇങ്ങനെ ഫർദായ സദഖ മാത്രമേ സക്കാത്ത് മാത്രമേ കൊടുക്കുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളാണ്. ആ പെണ്ണിനെ കുറിച്ച് വേണ്ടത്ര ഇബാദത്തില്ല എന്നുള്ള അഭിപ്രായമാണ് ജനങ്ങൾക്ക്. പക്ഷേ അവൾക്കൊരു സ്വഭാവമുണ്ട്. അതെന്താ? വലാ തുഅ്ദി ജിറാനഹാ ബിലിസാനിഹാ, അവൾ ഒരിക്കലും അവളുടെ നാവ് കൊണ്ട് ഒരാളും വേദനിക്കേണ്ടി വരില്ല. നാവ് കൊണ്ട് ഒരൊറ്റയാളും വേദനിക്കേണ്ടി വരില്ല. അങ്ങനെ ഒരവസ്ഥ അവൾക്കുണ്ട് എന്ന് പറഞ്ഞപ്പം, നാവ് കൊണ്ട് വേദനിക്കേണ്ടി വരില്ലെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്. കൃത്യം 12:10 വേദി അവസാനിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടി തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഈ ദിവസത്തെ ഭയന്നുകൊണ്ട് വല്ലാതെ കരഞ്ഞവര്, നരകത്തിൽ കടക്കാൻ കാരണമായ പ്രവർത്തനങ്ങളിലേക്ക് അടുക്കുമ്പോഴേക്ക് കണ്ണീര് പൊഴിഞ്ഞു വീഴുന്നവര്, ഇങ്ങനെ കുറെ ചരിത്രഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തണം എന്നാഗ്രഹിച്ചതായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും വേദികൾ വരുന്നു, ഇനിയും സംസാരിക്കാൻ വേദികളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അസ്ഹാബുന്നാർ എന്ന് പ്രഖ്യാപിച്ച നരകവാസികളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.